വളരെ നേരമായി തുടർന്നുകൊണ്ടിരുന്ന അതികൊടൂരവും മഹാശക്തവുമായ ജിയാനുവും ഗോക്കുവും തമ്മിലുള്ള പോരാട്ടത്തിനിടയിൽ ഗോക്കുവുമായുള്ള യുദ്ധത്തിൽ സംതൃപ്തി വരാഞ്ഞ ജിയാനു, നിന്റെ ഉള്ളിലെ മുഴുവൻ ശക്തിയും പുറത്തെടുക്ക്, എന്നിട്ടാണ് എന്റെ നഗ്ന കൈകൊണ്ട് നിന്നെ കൊല്ലാനെന്ന് പറഞ്ഞ് ഗോക്കുവിനെ വെല്ലുവിളിക്കുമ്പോൾ അരിശം പൂണ്ടു വിറയ്ക്കുന്ന ഗോക്കു, നിന്റെ ആഗ്രഹം ഞാൻ നടത്തിത്തരാടാ എന്ന് പറഞ്ഞ് ഉറക്കെ അലറിക്കൊണ്ട് കായോകൈൻ ഫോമിലേക്ക് മാറുന്നതും ഗോക്കുവിന്റെ പ്രാണശക്തി പല ഇരട്ടിയായി വർദ്ധിക്കുകയും 1,00,000, 1,15,000, 1,20,000 എന്ന് വർദ്ധിച്ചു പോകുന്ന ഗോകുവിന്റെ പ്രാണശക്തി കണ്ട് അത് കണ്ട് പേടിച്ച് വിറങ്ങലിച്ച് സ്തംഭിച്ചു നിൽക്കുന്ന ജിയാനുവിനെയും ഗീസിനെയും കാണിച്ചുകൊണ്ടാണ് ഡ്രാഗൺ ബോൾ സി ഫ്രീസ സാഗയുടെ 3ാം എപ്പിസോഡ് ആരംഭിക്കുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബൈ കേരള സ്റ്റോറി എക്സ്പ്ലെയിനർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വരൂ കഥയിലേക്ക് പോകാം. ഗോകുവിന്റെ പ്രാണശക്തി ഇപ്പോൾ 1,30,000 കടന്ന് മുന്നേറുകയാണെന്ന് മനസ്സിലാക്കുന്ന ജിയാനു ഗോവിന്ദനെക്കാരും കഷ്ടമായി വാഴപ്പിണ്ടി കണക്കിന് സ്തംഭിച്ചു നിൽക്കുകയാണ്. വളരെ ഉച്ചത്തിൽ അലറിക്കൊണ്ട് പവറപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോകുവിന്റെ പ്രാണശക്തി 1,50,000 കടന്ന് 1,80,000 എന്ന് മനസ്സിലാക്കുന്ന ജീസ് പേടിച്ച് മൂത്രമൊഴിച്ചു പോവുകയാണ്. ഇവൻ എന്തുതരം ജീവിയാണ്, ഇവനൊരു മോൺസ്റ്റർ ആണെന്ന് പറഞ്ഞ് ഗീസ് ഉറക്കെ അലറി പേടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തൽക്ഷണം ക്യാപ്റ്റൻ ജിയാനുവിനെ നോക്കുന്ന ഗീസ് കാണുന്നത്, എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല, അവിശ്വസനീയെന്നും പറഞ്ഞ് കാൽമുട്ടുകളെല്ലാം കൂട്ടിടിച്ച് കരയുന്ന ജിയാനു തന്നെയാണ്. ഒരു സയാം വംശിക്ക് എങ്ങനെയാണ് ഇത്രയധികം പവർ ലഭിക്കുക എന്നും പറഞ്ഞ് ഗീസ് പേടിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പേടിച്ച് വിറച്ച് വെയ്യർപ്പിൽ കുളിച്ച് നിൽക്കുന്ന ജിയാനു ആവട്ടെ ഗോകുവിനോട് ഇത് നിന്റെ യഥാർത്ഥ ശക്തിയാണെന്ന് ചോദിച്ച് പരിഭ്രമിച്ചുകൊണ്ട് വാ പിളർന്നു നിൽക്കുകയാണ്. ഇതെനിക്ക് എടുക്കാൻ കഴിയുന്ന ശക്തിയുടെ ഒരു അംശം മാത്രമാണെന്നും പറഞ്ഞ് ഗോകു ജിയാനുവിനെ നോക്കുമ്പോൾ 2 അടി പുറകോട്ട് ജിയാനു മാറി നിന്ന് പോവുകയാണ്. പക്ഷെ എനിക്ക് അല്പം നേരം മാത്രമേ ഈ ശക്തി ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഗോകു പറയുമ്പോൾ ജിയാനുവിനും ചെറിയൊരു ആശ്വാസം തോന്നുന്നുണ്ടെങ്കിലും നീ ഒരു സൂപ്പർ സൈൻ ആണോ എന്ന് ചോദിച്ച് വാ പൊളിച്ച് നിൽക്കുന്ന ജിയാനു വളരെ ദേഷ്യത്തിൽ ഗോകുവിനെ നോക്കി പല്ല് കടിക്കുകയാണ്. ഗോകു നേടിയിരിക്കുന്ന ഈ ഒരു പവർ ലെവൽ വെച്ച് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നോക്കിയപ്പോൾ അവനെ കൊല്ലാൻ സാധിക്കില്ല, നമ്മുടെ മരണം ഉറപ്പായെന്നും പറഞ്ഞ് ഗീസും ജിയാനുവിനും തലയെ കൈവച്ച് നിൽക്കുകയാണ്. നീ ഒരു സൂപ്പർ സൈനാണെന്ന് മാത്രം എന്നോട് പറയില്ലെന്നും പറഞ്ഞ് പേടിച്ച് വിറങ്ങലിച്ച് പുറകേക്ക് മാറി നിൽക്കുന്ന ജിയാനുവിനെ നോക്കി ഗോകു, സൂപ്പർ സൈനോ, വെജിറ്റേറിയനോട് ഇത് തന്നെയാണ് പറഞ്ഞത്, പക്ഷെ അത് എന്താണെന്ന് പോലും എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ലെന്നും പറഞ്ഞ് ഗോകു സ്തംഭിച്ചു നിൽക്കുകയാണ്. സയാന്മാരുടെ പഴങ്കഥകളിലൊക്കെ പറയുന്നത് പോലെയുള്ള ആയിരക്കണക്കിന് വർഷത്തിൽ ഒരിക്കൽ മാത്രം ജനിക്കുന്ന സൂപ്പർ സയാനാണോ നീ, എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്, അപ്പോൾ പഴങ്കഥകളൊക്കെ സത്യമായിരുന്നോ എന്നെല്ലാം ജിയാനു പറയുമ്പോഴേക്കും ഫ്രീസ സാമ ജീവിതകാലം മുഴുവൻ പേടിച്ചു വരേണ്ടിരുന്നത് ഒരു സൂപ്പർ സൈയാന്റെ വരവിനെയാണ്, അത് നീയായിരുന്നോ എന്ന് ചോദിച്ച് ഗീസും പേടിച്ചു വിറയ്ക്കുന്നു. എന്നാൽ അതെല്ലാം ശ്രവിച്ചുകൊണ്ടിരുന്ന ഗോകു പെട്ടെന്ന് ജിയാനുവിനോട്, എനിക്കിത് പറയുന്നതിൽ വിഷമമുണ്ട്, പക്ഷെ നിനക്ക് ചത്താലും എന്നെ തോപ്പിക്കാൻ സാധിക്കില്ല എന്നും പറഞ്ഞു വളരെയധികം സന്തോഷത്തോടെ, നിന്നെ പോലെ ശക്തനായ ഒരു പോരാളിയെ കൊല്ലുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എത്രയും വേഗം നീയും നിന്റെ അനുയായികളെയും കൂട്ടി ഗ്രഹത്തിന് വെളിയിലേക്ക് പോവുക, അതാണ് നിങ്ങളെ മരണത്തെ തടയാനുള്ള ഏക വഴിയെന്നും പറഞ്ഞ് ഗോകു ഒരു ഭീഷണിയുടെ സ്വരത്തിലുള്ള ഉപദേശവും ജിയാനുവിന് കൊടുക്കുകയാണ്. എന്നാൽ അതെല്ലാം ശ്രവിക്കുന്ന ജിയാനു, ശക്തരായ പോരാളികൾ ഒരിക്കലും ശത്രുവിനോട് ക്ഷമിച്ചു വിടുകയില്ല, ഇവനിപ്പോൾ ഈ പോരാട്ടം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന്റെ കാരണം ഇവൻ സൂപ്പർ സൈനായി മുഴുവനായി മാറിക്കഴിഞ്ഞിട്ടില്ല എന്നതാണെന്നും പറഞ്ഞ് അതുവഴിയായ ഒരു പാവം പറവയും പിടിച്ച് ഞെക്കിക്കൊന്നുകൊണ്ട് ഗോകുവിനെ നോക്കി ക്രൂരമായൊരു ചിരി ചിരിക്കുകയാണ്. അതേസമയം മരണം കാത്തുകിടക്കുന്ന ഗ്രാൻഡ് എൽഡറിന്റെ താവളത്തിലേക്ക് വളരെ പരിഭ്രാന്തമായി കയറി ചെല്ലുന്ന നൈലിനെ ഡെൻഡെ വെൽക്കം ചെയ്യുന്നുണ്ടെങ്കിലും, ഭൂമിയാളന്മാരെ രക്ഷിക്കാനല്ലേ നിന്നെ ഞാൻ പറഞ്ഞു വിട്ടത്, നീ എന്തിനാണ് എന്റെ ഓർഡർ പാലിക്കാതെ തിരിച്ചു വന്നതെന്ന് ചോദിച്ച് ഗ്രാൻഡ് എൽഡർ നൈലിനെ ശകാരിക്കുകയാണ്. എന്നാൽ അത് കേൾക്കുന്ന നൈൽ വളരെയധികം വിഷമത്തോട് തന്നെ, അങ്ങ് പറഞ്ഞതെല്ലാം തന്നെ ശരിയാണ്, പക്ഷേ എന്റെ ഏറ്റവും വലിയ ചുമതല അങ്ങയുടെ ജീവൻ സംരക്ഷിക്കുക എന്നതാണ്, ഇവിടെ വളരെ വലിയൊരു ആപത്തുണ്ടാകാൻ പോകുന്നതായിട്ടാണ് എന്റെ മനസ്സ് പറയുന്നത്, ആ അപകടത്തിൽ അങ്ങയുടെ ജീവൻ നഷ്ടമാവുകയാണെങ്കിൽ അതോടെ ഡ്രാഗൺ ബോളുകൾ ഇല്ലാതാവുന്നതാണ്, ഭൂമിയാളന്മാർ അവരുടെ വരം നേടുന്നത് വരെ അങ്ങയുടെ ജീവൻ സംരക്ഷിക്കുക എന്നതാണ് അത്യന്ത്യ കർത്തവ്യം എന്നും പറഞ്ഞ് നെയിൽ മുട്ടുകുത്തിയിരിക്കുകയാണ്. അതേസമയം ഡ്രാഗൺ ബോൾ റഡാർ തപ്പി ഗുഹാനും ക്രില്ലിനും കൂടി ബുൾമി ഉണ്ടായിരുന്ന താവളത്തിലേക്ക് ചാടിച്ചേർച്ച് ചെല്ലുമ്പോഴേക്കും അവിടെ മുഴുവൻ അലങ്കോലമായി കിടക്കുന്ന സാധനങ്ങൾക്കിടയിലും ബുൾമിനെ കാണാതെ വരികയും അവരെ ആശയക്കുഴപ്പത്തിലാവുകയും ഒരു റോക്കറ്റ് സൈക്കിളിന്റെ വീൽപാട് കണ്ടെത്തുന്ന ഗുഹാൻ ബുൾമ ഇവിടെ നിന്ന് മറ്റെവിടേക്ക് പോയെന്ന് മനസ്സിലാക്കുകയും എത്രയും വേഗം ബുൾമയെ കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ് യാതൊരു സ്ഥലബോധ്യവും ഇല്ലാതെ ഗുഹാനും ക്രില്ലിനും കൂടെ അവിടെ നിന്നും വീണ്ടും പാറി പറക്കുകയാണ്. അതേസമയം ഭയാനകമായ വേഗത്തിൽ പറന്നു വന്നുകൊണ്ടിരുന്ന ഫ്രീസ ഗ്രാൻഡ് എൽഡറിന്റെ താവളം കണ്ടെത്തുകയും അവിടേക്ക് വരാൻ ആരംഭിക്കുകയുമാണ്. തന്റെ മരണസമയം അടുത്തെന്ന് മനസ്സിലാക്കുന്ന ഗ്രാൻഡ് എൽഡർ ഉടനെ തന്നെ ഡെൻഡേനെ തന്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തുകയും ഡെൻഡയുടെ തലയിൽ കൈവച്ച് അവനെ അനുഗ്രഹിച്ചുകൊണ്ട് ഗ്രാൻഡ് എൽഡറിന്റെ ഉള്ളിൽ അവശേഷിച്ചിരുന്ന മുഴുവൻ ശക്തികളും ഡെൻഡയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ഡെൻഡയുടെ മുഴുവൻ ശക്തി പലയിരട്ടിയായി വർദ്ധിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഗ്രാൻഡ് എൽഡർ ഡെൻഡയോട്, നിന്റെ ശക്തി ഞാൻ പലയിരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും നിനക്കിപ്പോൾ ഞൊടിയിടയിൽ ഭൂമിയാളന്മാരുടെ അടുത്തേക്ക് ചെല്ലുവാൻ സാധിക്കുമെന്നും അവർക്കിപ്പോൾ നിന്റെ സഹായം ആവശ്യമാണെന്നും നീ എത്രയും വേഗം അവരെ പോയി സംരക്ഷിക്കണമെന്നും പറഞ്ഞ് ഡെൻഡേനെ അവരുടെ അടുത്തേക്ക് ഗ്രാൻഡ് എൽഡർ പറഞ്ഞയക്കുകയാണ്.
എന്നിട്ട് ഗ്രാൻഡ് ആൾട്ടർ ഞാൻ മരിക്കാൻ പോവുകയാണോ അതോ ഞാൻ കൊല്ലപ്പെടാൻ പോവുകയാണോ എന്ന് എനിക്ക് അറിയില്ലല്ലോ, പ്രകൃതിയുടെ തീരുമാനം എന്താണെന്ന് നോക്കാം എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവിടെ ചാരി കിടക്കുകയാണ്. ഭൂമിയാളന്മാരുടെ അടുത്തേക്ക് ശരീരവേഗത്തിൽ പറന്നു പോകുന്ന ടെൻഡോയിനെ വരുന്ന വഴി ഫ്രീസസാമ കാണുന്നുണ്ടെങ്കിലും ഈ പൊടിച്ചക്കൻ എനിക്ക് ടെൻത്ത് ഉണ്ടാക്കാനാ, നിന്നെ ഞാൻ പിന്നെ എടുത്തോളാന്നും പറഞ്ഞു അവനെ തെറി വിളിച്ചുകൊണ്ട് ഫ്രീസ ഗ്രാൻഡ് ആൾട്ടറിനെ നോക്കി പ്രയാണം ചെയ്യുന്നു. ശാന്തനായി കിടക്കുന്ന ഗ്രാൻഡ് ആൾട്ടറിനെ നോക്കിക്കൊണ്ട് നൈൽ അവനിവിടെ എത്തിക്കഴിഞ്ഞു എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ഫ്രീസയുടെ മുന്നിലേക്ക് ഇറങ്ങി ചെല്ലുന്ന നൈൽ നീ ആരാണ്, നിനക്ക് എന്തൊരു വേണമെന്ന് ചോദിക്കുകയാണ്. അതെല്ലാം കേൾക്കുന്ന ഫ്രീസ എന്റെ പേര് ഫ്രീസ എന്നാണ്, ഞാനൊരു വരം നേടിയെടുക്കാൻ ഇവിടേക്ക് വന്നതാണ്. പക്ഷെ 7 ഡ്രാഗൺ ബോളും കൂട്ടിയിണക്കി എനിക്ക് എന്റെ വരം നേടിയെടുക്കാൻ സാധിച്ചില്ല. ഞാൻ എന്റെ വരം നേടിയെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി ഇവിടേക്ക് വന്നതാണ്. അതിനുള്ള ഉത്തരം നിങ്ങൾ എനിക്ക് തരണമെന്നും പറഞ്ഞു ഫ്രീസ അവനെ നോക്കി പല്ലു കടിച്ചുകൊണ്ടിരിക്കും. അതെല്ലാം കേൾക്കുന്ന നൈൽ നീ ഇപ്പോൾ തന്നെ ഇവിടെ നിന്നും തിരികെ പോകുന്നതാണ് നല്ലത്, അസുരത്തോട് ആർക്കും എനിക്ക് ആ സീക്രട്ട് പറഞ്ഞു തരാൻ സാധിക്കില്ല എന്നും പറഞ്ഞു പല്ലു കടിക്കുകയാണ്. അത് കേൾക്കുന്ന ഫ്രീസയ്ക്ക് ദേഷ്യം വരികയും നിന്നെയൊക്കെ ഞാൻ കൊല്ലാതിരിക്കാൻ ഒരു കാരണം പറയാമെന്ന് ചോദിച്ച് പല്ലു കടിക്കുകയും നിങ്ങൾ രണ്ടുപേരിലെ ഇവിടെ മിച്ചമുള്ളൂ, നിങ്ങളിൽ ഒരുത്തനെങ്കിലും ചാകാതെ ഇരിക്കണമെങ്കിൽ എന്നോട് കാര്യം പറയണമെന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാമെന്നും പറഞ്ഞ് നെയില് ഇതിനകത്തിരിക്കുന്ന മനുഷ്യനാണ് ഗ്രാൻഡ് ആൾട്ടർ, അദ്ദേഹമാണ് 7 ഡ്രാഗൺ ബോളുകൾ ഉണ്ടാക്കിയത്, നീ അദ്ദേഹത്തെ കൊല്ലുകയാണെങ്കിൽ അതേ നിമിഷം ഡ്രാഗൺ ബോളുകൾ ഇല്ലാതാവുന്നതാണെന്നും പറഞ്ഞ് ഫ്രീസയ്ക്ക് ഒരു താക്കീതും കൊടുക്കുകയാണ്. അത് കേട്ട ഉടൻ തന്നെ ദേഷ്യം വരുന്ന ഫ്രീസ ഗ്രാൻഡ് ആൾട്ടറിന്റെ താവളത്തിന്റെ മുകളിലുണ്ടായിരുന്ന ഒരു കനാലടിച്ച് തകർക്കുകയും അന്തരീക്ഷത്തിൽ പറന്നുയരുന്ന ഫ്രീസ ഗ്രാൻഡ് ആൾട്ടറിനെ കാണുകയും നീ പറഞ്ഞതെല്ലാം ശരിയാണ്, ഇദ്ദേഹത്തെ കാണാൻ ഡിഫറെന്റ് ആയിട്ടുണ്ടെന്നും പറഞ്ഞ് അതിശയത്തോടെ ഗ്രാൻഡ് ആൾട്ടറിനെ നോക്കി നിൽക്കുകയും തുടരെ ഫ്രീസ ഗ്രാൻഡ് ആൾട്ടർ നിങ്ങൾക്ക് ഇപ്പോൾ എന്നോട് പറഞ്ഞു തരാൻ സാധിക്കുമോ, അതോ ഇവിടെ നിൽക്കുന്ന ഈ പച്ച മനുഷ്യനെ ഞാൻ കൊന്നതിന് ശേഷം നിങ്ങൾ എന്നോടത് പറയുകയുള്ളൂ എന്ന് ചോദിച്ച് അട്ടഹസിക്കുകയാണ്. എന്നാൽ ഫ്രീസയുടെ അഹങ്കാരം നിറഞ്ഞ വാക്കുകൾ കേൾക്കുന്ന ഗ്രാൻഡ് ആൾട്ടർ നീ ഇതുവരേക്കും ഈ പ്ലാനറ്റ് നമിക്കനിൽ കണ്ട നാമയ്ക്കന്മാരെ പോലെ അല്ലിവൻ, നെയിലാണ് ഈ പ്ലാനറ്റ് നമിക്കനിലെ ഏറ്റവും ശക്തനായവൻ, സ്ട്രോങ്ങസ്റ്റ് വാരിയർ ടൈപ്പാണ് നെയിൽ, അവന്റെ കൈകൊണ്ട് മരിക്കാതെ നീ ഇവിടെ നിന്നും പോകുന്നതാണ് നിനക്ക് നല്ലതെന്നും പറഞ്ഞ് ഫ്രീസനെ ഗ്രാൻഡ് ആൾട്ടർ പേടിപ്പിക്കുകയാണ്. എന്നിട്ട് ഗ്രാൻഡ് ആൾട്ടർ മനജൽപക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നൈലിനോട് സംസാരിക്കുകയും നിനക്ക് കഴിയുന്നത്ര സമയം അവനെ തടയുവാൻ ശ്രമിക്കുക, അതേ നമുക്ക് മുന്നിൽ ഒരേ ഒരു വഴിയുള്ളൂ എന്നും പറഞ്ഞ് നൈലിനെ സജ്ജനാക്കുകയാണ്. അതെല്ലാം കാണുന്ന ഫ്രീസ ഞാൻ എത്ര കൊടൂരനാണെന്ന് നീ മനസ്സിലാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് പല്ലു അടിച്ച് അട്ടഹസിച്ചിരിക്കുകയാണ്. ശേഷം യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന ഫ്രീസയെ കണ്ട് നൈൽ നീ ഇപ്പോൾ തന്നെ കണ്ടു മനസ്സിലായി കാണുമല്ലോ, ഗ്രാൻഡ് ആൾട്ടർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ വെച്ച് നമ്മൾ ഫൈറ്റ് തുടർന്നാൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ മരിക്കുന്നതാണ്, അതുകൊണ്ട് നമുക്ക് മറ്റൊരു സ്ഥലത്ത് പോയി യുദ്ധം ചെയ്താലോ എന്ന് ഫ്രീസയോട് ചോദിക്കുമ്പോൾ നീ അതിനുള്ളതൊന്നുമില്ല, എന്നാലും നിന്റെ ആഗ്രഹം അതാണെങ്കിൽ നമുക്ക് മറ്റൊരു സ്ഥലത്ത് പോയി ഫൈറ്റ് ചെയ്യാം, നീ ഇഷ്ടമുള്ള സ്ഥലം തെരഞ്ഞെടുത്തോളാൻ പറഞ്ഞ് ഫ്രീസ നൈലിനെ നോക്കി ചിരിക്കുകയാണ്. ഉള്ളിൽ നന്നായി പേടിച്ച് വിറയ്ക്കുന്നുണ്ടെങ്കിലും നൈൽ ഗ്രാൻഡ് ആൾട്ടറിനെ അവസാനമായി ഒരു നിമിഷം നോക്കിയിട്ട് അവിടെ നിന്നും പാറി പറന്ന് ഫ്രീസയും വിളിച്ചുകൊണ്ട് മറ്റൊരിടത്തേക്ക് പോവുകയാണ്. അവിടെ നിന്നും പാറി പോകുന്ന നൈലിനെയും ഫ്രീസയും കണ്ട് ഗ്രാൻഡ് ആൾട്ടർ എന്നോട് ക്ഷമിക്കൂ നൈൽ, എന്റെ മുന്നിൽ ഇതല്ലാതെ മറ്റൊരു വഴി ഇല്ലായിരുന്നു, എന്നോട് നീ ക്ഷമിക്കണമെന്നും പറഞ്ഞ് തല കുമ്പിട്ട് നിന്നുകൊണ്ട് ഡെൻഡെ ഭൂമിയാളന്മാരുടെ അടുത്ത് ചെല്ലുന്നിടം വരെയെങ്കിലും നൈലിനെ പിടിച്ചു നിൽക്കാൻ സാധിച്ചാൽ മതിയായിരുന്നു എന്നും പറഞ്ഞ് സമാശ്വസിക്കുകയും ഈ ലോകത്തിന്റെ വിധി എഴുതാൻ പോകുന്നത് നിന്റെ കൈകളാണെന്നും പറഞ്ഞ് പ്രത്യാശിക്കുകയും ചെയ്യുന്നു. അതേസമയം വളരെ ശക്തനായി മാറി നിന്ന ഗോകുവും ജിയാനും നേർക്ക് നേർ നിൽക്കുകയും ഗോകുവിനെ നോക്കിക്കൊണ്ട് കളിയാക്കുന്ന രീതിയിൽ ജിയാനു കിടന്ന് പൊട്ടിപ്പൊട്ടി ചിരിക്കുകയുമാണ്. എന്ത് കണ്ടിട്ടാണോ നിനക്കിങ്ങനെ ചിരി വരുന്നതെന്ന് ചോദിച്ച് ജിയാനുവിനോട് ഗോക്ക് തട്ടി കയറുമ്പോൾ എന്നെക്കാളും വളരെ ശക്തനായ ഒരുത്തനെ കണ്ടിട്ട് എനിക്ക് ചിരിയടക്കാൻ കഴിയുന്നില്ല, അതാണ് എനിക്ക് സന്തോഷം വന്നുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നതെന്നും പറഞ്ഞ് ഗോകുവിനെ നോക്കി ജിയാനു ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് ജിയാനു പ്രാണനാഴിയോടി ഗീസിന്റെ കയ്യിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുകയും ഇത് നീ ഭദ്രമായി വെച്ചോ, നമ്മുടെ ഫ്രണ്ടിന്റെ കയ്യിൽ ഇത് കിട്ടണ്ടല്ലോ എന്ന് പറഞ്ഞ് നിഗൂഢമായി ഒരു ചിരിച്ചിരിക്കുകയും ചെയ്യുന്നു. അത് കാണുന്ന ഗീസിനും വളരെയധികം സന്തോഷമാകുകയും അവനും നിഗൂഢമായി ഒരു ചിരിച്ചിരിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ജിയാനു അവന്റെ കൈകളിലേക്ക് ഒരു തേജശക്തി ആകരണം ചെയ്തെടുക്കുകയാണ്. അതേസമയം ഫ്രീസയുമായി യുദ്ധം ചെയ്യാൻ വേണ്ടി നൈൽ വളരെ ദൂരം ഫ്രീസനെ കൂട്ടിക്കൊണ്ട് പോവുകയും ഇനി എത്ര ദൂരെയാണ് നീ പറന്നു നോക്കുന്നത്, അതിന്റെ ആവശ്യമില്ല, ഇവിടെ നിൽക്കാൻ പറഞ്ഞ് ഫ്രീസ നൈലിന്റെ വഴി മുടക്കിക്കൊണ്ട് അവന്റെ മുന്നിൽ കയറി നിൽക്കുകയും ഇവിടെ വെച്ച് യുദ്ധം ചെയ്യുമെന്ന് പറയുകയും അതനുസരിച്ച് നൈൽ അവിടെ താഴേക്ക് വന്നിറങ്ങുകയും ഫ്രീസയും നിലത്ത് വന്നിറങ്ങുകയും ചെയ്യുന്നു. ഫ്രീസയുമായി യുദ്ധം ചെയ്യാൻ വേണ്ടി നൈൽ അവന്റെ കവചങ്ങളെല്ലാം ഒരു വലിച്ചെറിയുകയാണ്. അത് കാണുന്ന ഫ്രീസ വളരെ സന്തോഷമാവുകയും അവന്റെ ശക്തി പരിശോധിക്കുമ്പോൾ 42,000 കാണിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഗ്രാൻഡ് ആൾട്ടർ പറഞ്ഞ ശരിയാണ്, ഈ ഗ്രഹത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തനായ ആൾ നീ തന്നെയാണ്, പക്ഷെ നിന്റെ ശക്തിയൊന്നും പോരാ എന്നെ തടുക്കാനെന്നും പറഞ്ഞ് ഫ്രീസ പൊട്ടിപ്പൊട്ടിച്ചിരിക്കുകയും യുദ്ധത്തിന് മുന്നേ തന്നെ നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം, എന്റെ പ്രാണശക്തി 5,30,000 ആടാന്നും പറഞ്ഞ് ഫ്രീസ പൊട്ടിപ്പൊട്ടിച്ചിരിക്കുകയും അതെല്ലാം കേട്ടിട്ട് ഒരു കൂസലുമില്ലാതെ നിൽക്കുന്ന നൈൽ ഫ്രീസനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പാറി പറന്ന് അവന്റെ അടുത്തേക്ക് ചെല്ലുകയും കഴുത്തിലേക്ക് നോക്കി ആഞ്ഞ് റെഡിയടിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ ഒരു പ്രഹരത്തിന് ഫ്രീസയുടെ കഴുത്തിൽ ഒരു പോറൽ പോലും വീഴ്ത്താൻ സാധിക്കാതെ പൊട്ടിപ്പൊട്ടിച്ചിരിച്ചിരിക്കുന്ന ഫ്രീസനെ കണ്ട് നെയിലും അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുകയാണ്. നൈലിനെ വളരെയധികം കളിയാക്കിക്കൊണ്ട് പൂച്ചത്തോടെ ഫ്രീസ എന്റെ കഴുത്ത് മസാജ് തരാൻ വേണ്ടിയാണോ നീ വന്നത്, നിന്റെ പോരാട്ട വിരി ഇത്രയോളം ചോദിച്ച് അപമാനിക്കുകയാണ്. 42,000 പ്രാണശക്തിയുള്ള നിന്നിൽ നിന്ന് ഇതിനേക്കാൾ ഞാൻ പ്രതീക്ഷിച്ചു എന്നും പറഞ്ഞ് വളരെയധികം ദേഷ്യത്തോടെ നൈലിന്റെ വലത് കൈ തന്നെ ഫ്രീസ പിഴുതെടുക്കുകയാണ് ചെയ്യുന്നത്. കയ്യേറ്റം നിലത്ത് വീണുകൊണ്ട് വേദന മുണ്ട് കിടക്കുന്ന നൈലിനെ നോക്കി ഫ്രീസ ഇതേപോലെ ഇഞ്ചിഞ്ചായി നീ മരിക്കുന്നതിനേക്കാൾ ഭേദം
എനിക്ക് ആ രഹസ്യവാക്യം പറഞ്ഞു തന്ന് ഞാൻ അവന്റെ വിഷ് ഗ്രാൻഡ് ചെയ്യുന്നതല്ലേ, അല്ലാതെ നീ ഇഞ്ചിൻ ചാടി ചാവാനാണോ ആഗ്രഹിക്കുന്നു പറഞ്ഞ് നൈലിനെ നോക്കിക്കൊണ്ട് ഫ്രീസ പൊട്ടിപ്പൊട്ടിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് നൈൽ വളരെ ഉച്ചത്തിൽ അലറുകയും അവന്റെ മുറിഞ്ഞുപോയ കൈക്ക് വരും പുതിയൊരു കൈ അവന്റെ ദേഹത്തേക്ക് വരികയും ചെയ്യുന്നു. ഓ, നിനക്ക് കൈയെല്ലാം റീജനറേറ്റീവുള്ള ശക്തിയെല്ലാം ഉണ്ടോ? അതെല്ലാം അത്ഭുതകരമായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഫ്രീസ നൈലിന്റെ ശക്തി വീണ്ടും പരിശോധിക്കുകയും മുന്നേ അവനുണ്ടായിരുന്നെങ്കിൽ അവന്റെ പ്രാണശക്തി കുറഞ്ഞു പോയതായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നു. നിന്റെ എന്റെ ശക്തി ആനയെ ആടും പോലാണ്, നിനക്ക് എന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല, നിനക്ക് ഇതുവരെയായിട്ടും മനസ്സിലായില്ലെന്ന് ചോദിച്ച് ഫ്രീസ വളരെയധികം ദേഷ്യത്തോടെ നൈലിനെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ നിനക്ക് തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയിട്ട് നീ എന്തുകൊണ്ടാണ് എന്നോട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാകാത്ത രീതിയിൽ ഫ്രീസ അവനെ നോക്കി ചിരിക്കുകയാണ്. ഈ ഗ്രഹത്തിലെ ജീവികൾ ഇത്രയ്ക്ക് മണ്ടന്മാരാണെന്ന് ചോദിച്ച് ഫ്രീസ അവരെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിന്നെ വെറുതെ വിടില്ലടാന്നും പറഞ്ഞ് നൈൽ അലറുകയാണ്. അതേസമയം ജാട കാണിച്ച് പറക്കുന്ന ബൈക്കുമായി ഡ്രാഗൺ ബോൾ തപ്പി ഇറങ്ങിയ ബുൾമയെ ഭീമാകാരനായ ഒരു പറക്കുന്ന ദിനോസർ കൊല്ലാൻ വേണ്ടി പിറകെ നടന്ന് ആക്രമിക്കുമ്പോൾ ദൂരത്തായ ഒരു ഗുഹ കാണുകയും അതിനകത്ത് കയറിയ രക്ഷപ്പെടാം എന്ന് കരുതിക്കൊണ്ട് ചേരിപ്പാഞ്ഞ് അതിനകത്ത് കയറി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഗുഹയ്ക്കുള്ളിൽ നിന്ന് ഒരു ചുമന്ന തല പുറത്തേക്ക് വരികയും ഭയാനകമായ മറ്റൊരു ദിനോസറിനെ അവിടെ കാണുകയും ചത്തെന്നുറപ്പിച്ച ബുൾമ പേടിച്ച് തെറിച്ച് മറ്റെവിടേക്ക് തെറിച്ചു വീഴുമ്പോൾ പെട്ടെന്നുണ്ടായ അപകടത്തിൽ ബുൾമ സേഫായി എവിടെയാണോ ചെന്നിരിക്കുന്നതെന്ന് കരുതി ബുൾമ സന്തോഷിക്കുന്നുണ്ടെങ്കിലും ബുൾമ ഇരിക്കുന്നത് തന്നെ കൊല്ലാമെന്ന പറക്കുന്ന ഡ്രാഗന്റെ പുറത്താണെന്ന് മനസ്സിലാക്കുന്ന ബുൾമയുടെ കിളി പാറുകയാണ്. പെട്ടെന്ന് ബുൾമ ഇരിക്കുന്ന നീല ഡ്രാഗൻ തലകുത്തനെ പറന്ന് ബുൾമനെ താഴെ നിൽക്കുന്ന ചുമന്ന ഡ്രാഗന്റെ വായിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അത്തെന്ന് പറഞ്ഞുകൊണ്ട് ബുൾമ അതിന്റെ വായിലേക്ക് കണ്ണും പൂട്ടി വീഴാൻ തുടങ്ങുന്ന അതേ നിമിഷം ഇടിവാൾ പോലെ എന്തോ മിന്നുകയും പെട്ടെന്ന് ആ ദിനോസർ മൂഞ്ചിയും കുത്തി താഴേക്ക് വീഴുന്നതും ബുൾമ അതിന്റെ പുറത്ത് കെട്ടി താഴേക്ക് ഉരുണ്ടു പോകുന്നതുമാണ് നമ്മൾ കാണുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് കൂടി മനസ്സിലാകാതെ ബുൾമ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ചത്തു വീണ ചുമന്ന ഡ്രാഗന്റെ മുകളിലേക്ക് ചത്തു തലഞ്ഞ നീല ഡ്രാഗണും വന്ന് വീഴുന്നതാണ് ബുൾമ കാണുന്നത്. പെട്ടെന്ന് രണ്ട് ബലിഷ്ടമായ കാലുകൾ കാണുന്ന ബുൾമ മലയുടെ പുറകോട്ട് ഇഴഞ്ഞു മാറിക്കൊണ്ട് പേടിച്ചു വിറച്ച് അലറിക്കൊണ്ട് ധാരാളം മണ്ണും മണലും എല്ലാം വാരി വന്നവന്റെ മുഖത്ത് അതാരാണെന്ന് കൂടി ശ്രദ്ധിക്കാതെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ബുൾമ എന്നുള്ള ഗുഹാന്റെ വിളിയാക്കുന്ന ബുൾമ നേരെ നോക്കുമ്പോൾ മണ്ണിൽ തല പൂഴുന്നത് പോലെ തലയിൽ നിറയെ മണ്ണുമായി നിൽക്കുന്ന ക്രില്ലിനെയും ഗുഹാനെയാണ് ബുൾമ കാണുന്നത്. പെട്ടെന്ന് വളരെയധികം ദേഷ്യം വരുന്ന ബുൾമയ്ക്ക് നിങ്ങൾ ഇത്രയും നാൾ എവിടെയായിരുന്നു, എന്താണ് എന്നെ രക്ഷിക്കാൻ പറഞ്ഞത്, വെജിറ്റയോട് നിങ്ങൾ എന്തെടുക്കുകയാണ്, ഡ്രാഗൺ ബോളൊക്കെ എന്ത് കാണിച്ചു എന്നും പറഞ്ഞ് വളരെയധികം അവരെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് മുഴുവൻ എന്നോട് പറയാതെ ഇനി ഒരടി ഞാൻ മുന്നോട്ട് നീങ്ങില്ല എന്നും പറഞ്ഞ് അവരെ വിറപ്പിക്കുകയും ചെയ്യും. നിന്നെ ആ ദിനോസറിൽ നിന്ന് ഞാൻ രക്ഷിച്ചതിന്റെ സ്നേഹമാണോ നീ കാണിക്കുന്നതെന്നും പറഞ്ഞ് സങ്കടപ്പെടുകയും ഞങ്ങൾക്കിപ്പോൾ അത്യാവശ്യമായിട്ട് ഡ്രാഗൺ റഡാർ വേണം, കഥയെല്ലാം വന്നിട്ട് പറയാമെന്നും പറഞ്ഞ് ഗർലിയനും ഗുഹാനും കൂടെ ഡ്രാഗൺ റഡാർ ബുൾമയോട് ചോദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ 7 ഡ്രാഗൺ ബോൾ നിങ്ങളുടെ കയ്യിലല്ലേ ഉള്ളത്? 7 ഡ്രാഗൺ ബോൾ ഒരു സ്ഥലത്ത് ഇരിക്കുന്നത് ഞാൻ റഡാറിൽ കൂടി മനസ്സിലാക്കുക, നിങ്ങളായിരിക്കും കൂട്ടിയെടുത്തതെന്ന് പറഞ്ഞ് ഞാൻ അവിടേക്ക് പുറപ്പെടുകയായിരുന്നു പറഞ്ഞ് ബുൾമ അവരോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. ബുൾമയുടെ ഉപദേശം തെരുവിളിയൊന്നും കേട്ടു നിൽക്കാൻ മാത്രമുള്ള സമയമില്ലാത്തതിനാൽ ഗുഹാൻ പെട്ടെന്ന് ബുൾമയുടെ പോക്കറ്റിൽ കൈയിടുകയും ഡ്രാഗൺ റഡാർ എടുക്കുകയും ചെയ്യുന്നു. അതിൽ നിന്ന് ഡ്രാഗൺ ബോളിന്റെ സിഗ്നൽ മനസ്സിലാക്കുന്ന ഗുഹാൻ പെട്ടെന്ന് ക്രില്ലിനെയും കൂട്ടി അവിടേക്ക് പാഞ്ഞു പറക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടെങ്കിലും പോടാ പാന്നികളെന്നും പറഞ്ഞ് ബുൾമ അലർന്നു കേൾക്കുന്ന ഗുഹാൻ തിരിഞ്ഞു നോക്കുകയും ഒരു സന്തോഷ വാർത്തയുണ്ട്, എന്റെ അച്ഛൻ ഇവിടേക്ക് വന്നു കഴിഞ്ഞു എന്നും പറഞ്ഞ് ചിരിക്കുകയും ചെയ്യുന്നു. നീ പറയുന്നത് സത്യമാണോ, ഗോക്കു കൂടുതൽ ശക്തനായി മാറിയോന്ന് ചോദിച്ച ബുൾമ വളരെയധികം സന്തോഷത്തോടെ തിളങ്ങുന്ന കണ്ണുകളായി ഗുഹാനെ നോക്കുകയും അതേന്നും പറഞ്ഞ് തംസപ്പും കാണിച്ച് സമയം പോയെന്നും പറയുന്ന ക്രില്ലിന്റെ വാക്ക് കേട്ട് ഗുഹാനും ക്രില്ലിനും അവിടെ നിന്നും പാഞ്ഞു പറക്കുകയാണ്. അതേസമയം ശക്തനായി മാറിക്കഴിഞ്ഞ ഗോക്കുവിനോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ജിയാനു അവന്റെ കയ്യിലേക്ക് മുഴുവൻ ശക്തി ആഗ്രഹം ചെയ്തെടുത്ത് സ്വന്തം ചങ്ക് തന്നെ കുത്തി തുളച്ചു കളയും. സ്വന്തമായിട്ട് ചങ്കിലേക്ക് എന്തിനാണ് കുത്തിയതെന്ന് മനസ്സിലാക്കാതെ ഗോക്കു അലറുകയും നിനക്കെന്താടാ വട്ടണം എന്ന് ചോദിച്ച് അലറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഗോക്കുവിനോട് മറുപടി എന്നോണം ഒരുപക്ഷെ നീ സൂപ്പർ സൈനായി മാറിക്കഴിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ നിന്റെ ബോഡി വളരെയധികം ശക്തിയുള്ളതാണ്, അതെനിക്ക് വളരെയധികം ഇഷ്ടമായെന്നും പറഞ്ഞ് പൊട്ടിപ്പൊട്ടിച്ചിരിക്കുകയാണ്. അത് കേൾക്കുന്ന ഗോക്കു അതിശയത്തോടെ നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്നും പറഞ്ഞ് വാവിളിർന്ന് നിൽക്കുമ്പോൾ ആദ്യം നിനക്കിപ്പോൾ കാണിച്ചിടാമെന്ന് പറഞ്ഞ് ജിയാനു 2 കൈയും മുറുക്കി പിടിക്കുകയും പെട്ടെന്ന് ജിയാനുവിന്റെ ബോഡി മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങുകയും അതെല്ലാം കാണുന്ന ഗീസ് അതെ ക്യാപ്റ്റൻ ജിയാനു ഇത് ചെയ്യാൻ പോവുകയാണെന്നും പറഞ്ഞ് ചിരിക്കുകയും ചെയ്യുന്നു. മുഴുവൻ ശക്തി ആഗ്രഹം ചെയ്തുകൊണ്ട് വളരെ വലിയ ഉച്ചത്തിൽ അലറുന്ന ജിയാനുവിന്റെ അലർച്ചയും ഗോക്കുവിനും ജിയാനുവിനും ചുറ്റുമായി മുഴുവൻ തരംഗങ്ങളും വായുവും പൊടിപടലവും കാറ്റും എല്ലാം നിറഞ്ഞു കുമിഞ്ഞു വരികയും അതിപ്പോൾ നടക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് ഗീസ് വാ പൊളിച്ചു നിൽക്കുമ്പോൾ 2 കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൂടുവിട്ട് കൂടുമാറുന്ന ജിയാനു ഉറക്കെ അലറിക്കൊണ്ട് ജിയാനുവിന്റെ ഭൗതികമായ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ജിയാനുവിന്റെ വായുവിൽ നിന്നും പുറപ്പെടുന്ന ഒരു തേജ ശക്തി ഗോക്കുവിന്റെ വായിലേക്ക് ചെന്ന് മുട്ടുകയും പരസ്പരം അവരുടെ ആത്മാക്കളും ശരീരവും ബന്ധിക്കപ്പെടുകയും ജിയാനുവിന്റെയും ഗോക്കുവിന്റെയും ബോഡിയിലെ ആത്മാക്കളെ പരസ്പരം സ്വിച്ച് ചെയ്തുകൊണ്ട് ജിയാനുവിന്റെ കൂടുവിട്ട് കൂടുമാറൽ വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഗോക്കുവിന്റെ ബോഡിയിലേക്ക് ജിയാനുവിന്റെ ആത്മാവ് കയറുകയും ജിയാനുവിന്റെ ബോഡിയിലേക്ക് ഗോക്കുവിന്റെ ആത്മാവ് കയറുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, തുടർന്നുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുവാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം, വന്ദനം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.